ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗായ്സ്, കുറേ നാൾക്ക് ശേഷം ഞാനിന്ന് ലോങ് വീഡിയോ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണ്. അപ്പം കുറേ നാളെന്ന് വെച്ചാൽ കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. അപ്പം ഇനി തൊട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടാനുള്ള പ്ലാനുണ്ട്. അപ്പം കുറേ നാൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്ത് പറയണമെന്നോ എങ്ങനെ എടുക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു കൊട്ടാരോ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാർ അന്ന് കാലത്ത് പണിഞ്ഞൊരു കൊട്ടാരം പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു 10 കിലോമീറ്ററിനകത്ത് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞാനും ചിച്ചുൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചേക്കേപ്പല ഇറങ്ങിയത്. ചുമ്മാ ഇരുന്നപ്പോൾ എന്നാൽ പോയി അവന്മാരത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം ഒരു മലയുടെ മണ്ടയ്ക്കത് അധികം അങ്ങനെ ആർക്കും അറിയത്തില്ല. അപ്പം ഞാനും പോയിട്ട് കുറേ നാളായി. വർഷങ്ങൾക്ക് മുന്നേ ഒരു തവണ എന്തോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതൊരു എസ്റ്റേറ്റ് അല്ല, ഇതൊരു കോറിയാണ്. അപ്പം ഇങ്ങോട്ടങ്ങനെ ആരും വരാറില്ല. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അങ്ങനെ ആരും വരാറില്ല. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളും ഇതുപോലുള്ള റൈഡേഴ്സൊക്കെ വരുന്നതല്ലാതെ അങ്ങനെ അത് ഇങ്ങോട്ടൊന്നും വരാറില്ല. കാര്യം ഇവിടെ ഫുൾ ടൈം പാറ പൊട്ടിക്കലും സ്ഫോടനങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ആരും ഇങ്ങോട്ട് വരാറില്ല. ഇത് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെയല്ല, ഇത് ഡീപ്പായിട്ടുള്ള ഭയങ്കര കുത്തനെയുള്ള ഏറ്റമാണ്. അപ്പം ഞാനും ചിച്ചും കൂടെ എൻ്റെ വണ്ടിയിൽ, ചിച്ചുവിൻ്റെ ഫ്രണ്ട്സ് പിന്നെ ജിഷ്ണു ഉണ്ട്. അവർ ബാക്കിൽ വരുന്നുണ്ട്. കണ്ട ജിഷ്ണു കയറി പോകുന്നുണ്ട് അവൻ്റെ ഹിമാലയയിൽ പുല്ല് വരെ കയറി പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഈ വഴി കാണുമ്പോൾ തന്നെ അറിയാം മൊത്തം പൊളിഞ്ഞ് കിടക്കുവാണ്. അപ്പം കുറേ നാൾക്ക് ശേഷം വരുന്നതുകൊണ്ട് വഴിയൊന്നും ഓർമ്മയില്ല. അപ്പം വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടിൽ ഞങ്ങൾ കൊണ്ട് നിർത്തിയതാണ് ഇവിടെ. എടാ അത് പൊളിച്ചടാ, അത് ഇവിടെ അല്ലായിരുന്നു. ഇത് അല്ലല്ല, ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട് ചേട്ടാ. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു മരം വെട്ടാൻ വന്നപ്പോൾ പുള്ളി അവരോട് ചോദിച്ചിട്ട് നമ്മൾ കറക്റ്റ് വഴി ഫ്രണ്ടിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞവർ. അപ്പം ഞങ്ങളങ്ങനെ അത് തപ്പി ഫ്രണ്ടിലോട്ട് പോവാണ്. ഒരു പിടിയില്ലടിയോ ഗൈസ്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിലോട്ടുള്ള വഴിയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായി, എങ്കിലും നമ്മൾ കണ്ടുപിടിച്ചു. സംഭവം നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എടാ, ഒരു കാര്യങ്ങളും നശിപ്പിക്കാനോ അല്ലെങ്കിൽ കേടുപാട് വരുത്താനോ പാടില്ല. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് കൊട്ടാരം. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതെന്നും പറയുന്നുണ്ട്. അതല്ല, ഇപ്പം നോക്കി നടത്തുന്നവർ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കളോ ആരാണ്ടൊക്കെ ഉണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഓണറാണ് ഇപ്പം നോക്കി നടത്തുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു പ്രായമായിട്ടുള്ളൊരു അമ്മ വന്നായിരുന്നു. അപ്പോൾ അമ്മ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ വന്നിട്ട് കുറേ പേര് ഇതിൻ്റെ ജനലും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ കുറേ കാര്യങ്ങൾ നാശനഷ്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര പ്രശ്നമല്ലേ അപ്പം. ഇവിടെ ഭയങ്കര കള്ളുടിയും പ്രശ്നമൊക്കെ ആയിരുന്നല്ലേ. നമ്മൾ ഇവന്മാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇവന്മാർ പിന്നെ അല്ല, ഇന്റർനാഷണൽ അമ്മയാ. ഇപ്പൊ റൂട്ട് മനസ്സിലായി. അപ്പൊ പറയാ സാഹിബിന്റെ തന്നെ വിളി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. എന്തായാലും കൊള്ളാം. അമ്മച്ചി വന്നിട്ട് സീനാക്കി. പക്ഷെ നമ്മൾ പുള്ളിക്കാരെ കയ്യിലെടുത്ത് നമ്മൾ ഇത് ഈ പുല്ലിനകത്ത് ക്ലച്ച് വിട്ട് വരാനും പറ്റത്തില്ലടാ. ടോർക്ക് കൂടുതലുള്ളതുകൊണ്ട്
വണ്ടി തെറിച്ച് പോവാ. ഇതിൽ വാട്ടർ ക്രോസിങ്. ഗൈസ്, അങ്ങനെ നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ കല്ലേലി പോവാണ്. കല്ലേലി പാലം അഥവാ കല്ലേലി അമ്പലമൊക്കെ ഇല്ലേ, അപ്പോൾ കല്ലേലി പാലം വരെ പോയി പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവും. അപ്പം പ്ലാൻ മാറ്റി. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഒരു അടിപൊളി ഫോറസ്റ്റ് റൂട്ടിലോട്ടാണ്. സാധാരണ കല്ലേലി പോകുന്ന റൂട്ടിൽ കൂടെ അല്ല നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങൾ സാധാരണ പോകുന്ന റൂട്ട്, അതായത് ഞങ്ങൾക്ക് എളുപ്പം ഇതുവഴി പോകുന്നതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കേട്ടില്ലെന്നൊരു കുറച്ച് ഓഫ് റോഡും കുറച്ച് ഫോറസ്റ്റ് റൂട്ട്, ഇത് രണ്ടും കൂടെ ചേർന്ന് അടിപൊളി ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ വീടും ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഫോറസ്റ്റാണ്. പക്ക ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഉൾവനമാണ്, അതായത് ഫോറസ്റ്റ് റൂട്ടാണ്. അത് ഫോറസ്റ്റുകാർ മാത്രം, അല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, അങ്ങനെ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് റൂട്ട് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ഏരിയ. അവിടുത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ട മുറിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മുക്കിന് മുകളിലേക്കുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ആൾത്താമസമുള്ളത്. ബാക്കിയെല്ലാം ഇതുപോലെ തിക്ക് ഫോറസ്റ്റാണ്. തിക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ഭയങ്കര ഫോറസ്റ്റാണ്. നമ്മളങ്ങനെ വീണ്ടും പ്ലാൻ മാറ്റി. ഇവിടെ കോന്നിക്ക് അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, മാൻപിലാവ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ നമ്മൾ കല്ലേലി പോകുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് കോന്നി ചെന്നിട്ട് പെട്രോൾ അടിക്കണം. അത് കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ഇനി നമുക്ക് മാൻപിലാവ് വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. റൈറ്റ്. ഗൈസ്, അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കോന്നിന്ന്. അപ്പം നമ്മളിനി നേരെ മാൻപിലാവ് വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. അപ്പം ഇതാണ് കോന്നി ജംഗ്ഷൻ. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ്, അതായത് പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നേരെ പോകുന്നത് തണ്ണിത്തോട് ഏരിയയിലോട്ടാണ്. ഇതാണ് അടവി മറ്റേ കൊട്ടവഞ്ചിയില്ലേ, അപ്പം അതാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. നമ്മളിവിടെ നിർത്തുന്നൊന്നുമില്ല. അപ്പം നേരെ നമ്മൾ തണ്ണിത്തോട് റൂട്ടാണ്. ഇവിടെ ഫുള്ള് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്.
ഇടയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനയൊക്കെ കാണാം. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. ഗൈസ്, അങ്ങനെ നമ്മൾ മാൻപിലാവ് ഏരിയയിലോട്ട് വന്നു. ഇവിടെ മാൻപിലാവ് എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേരും. അപ്പം ഈ കയറ്റം കയറി ചെല്ലുന്നത് അടിപൊളി എന്ന് വെച്ചാൽ നമ്മളൊരു മലയുടെ മണ്ടയ്ക്കോട്ട് കയറി. ഇവിടെ സൈഡിലെല്ലാം കുറേ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും നല്ല അടിപൊളി വ്യൂ ആണ്. ഇങ്ങോട്ട് കയറി പോകുന്നതെല്ലാം ഗൈസ്. അങ്ങനെ നമ്മൾ മാൻപിലാവ് വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ് ഗൈസ്. കണ്ട വിഷയ സ്ഥലമാണ്. മേളി ഒരു വീടുണ്ട്. ആ വീടിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത്. കിടിലൻ സ്ഥലമാണ് ഗൈസ്. ഫുള്ള് ഫോറസ്റ്റ് ഫുള്ള് കാടാണ് ഗൈസ്. ഗൈസ്, വിഷയം വ്യൂ ആണ്. വിഷയം എന്ന് വെച്ചാൽ എൻ്റെ അമ്മേ, എൻ്റെ പൊന്നോ. മഴ സമയത്ത് വരാൻ പറ്റിയ ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. വിഷയം ഗൈസ്. അങ്ങനെ നമ്മൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു. അടിപൊളി കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.